ഏത് പ്രതിസന്ധികൾക്കിടയിലും പിടിച്ചു നിൽക്കുന്ന വാപ്പയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കരയുന്ന വാപ്പയെ ആരും കണ്ടു കാണില്ല. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു അനുഭവം എൻ്റെ ലൈഫിലുണ്ടായി. അതായത് ബാംഗ്ലൂർക്കുള്ള യാത്രക്കിടെ ഞാൻ ഉണ്ടായിരുന്നത് വാപ്പയുടെ കൂടെ ഒന്നിച്ച് 8 വർഷത്തോളം കളിച്ച് പഠിച്ച് വളർന്ന വലിയ പണ്ഡിതനായ ബംബ്രാൻ ഉസ്താദ് കൂടെയായിരുന്നു. അവർ പഠിച്ചതിന് ശേഷം വലിയ ബന്ധങ്ങളൊന്നും ഇല്ല കേട്ടോ. അവരായി അവർ ലൈഫായി, വലിയ കോണ്ടാക്റ്റില്ല, വിളികളൊന്നുമില്ല. ഞാൻ ബാപ്പയോട് പറഞ്ഞു ഉസ്താദിൻ്റെ കൂടെയാണുള്ളത്, ഒന്ന് കോൾ വിളിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അവരൊരുപാട് സമയം ഇങ്ങനെ തമാശകൾ പറഞ്ഞ് ചിരിച്ച് ഇങ്ങനെ സംസാരിക്കുന്നു. അതിനുശേഷം വാപ്പയോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വാപ്പയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുന്നതായി കാണുന്നു. സ്വന്തം മകളെ കല്യാണം കഴിച്ച് കൊടുക്കുന്ന ദിവസം പോലും ഇങ്ങനെ തരിച്ചു നിൽക്കുന്ന വാപ്പയാണ് ഞാൻ കണ്ടത്. പക്ഷെ കരയുന്ന ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, എന്താണ് വാപ്പ ഇങ്ങനെ കരയുന്നത്? അത്രമേൽ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഉസ്താദിനോട് സംസാരിക്കാൻ കിട്ടിയ ഒരു സന്തോഷത്തിലാണ് കരയുന്നതെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു എൻ്റെ ലൈഫിൽ ഞാൻ തിരിച്ചു പോയൊരവസരമായിരുന്നു. ഒരാളെ കരയിപ്പിക്കാനേ 2 അവസരമാണുള്ളത്. ഒന്ന്, വേദനിപ്പിക്കുക. 2, അവരത്ഭുതകരമായ രീതിയിൽ സ്നേഹിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്.